The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I hope all are doing well. Okay, how was your Onam? എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അല്ലേ? ഫാമിലിയുമായിട്ട് നിങ്ങളുടെ വീട്ടുകാരുമായിട്ടുള്ള ഓണം നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പക്ഷേ സ്കൂളിലെ സെലിബ്രേഷൻ നിങ്ങൾക്ക് നഷ്ടമായി അല്ലേ? കുഴപ്പമില്ല, നിങ്ങൾക്ക് അടുത്ത വർഷം സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യാമല്ലോ അല്ലേ? അതിന് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയട്ടെ. ഓക്കെ, ലെറ്റ് us start today's class. Okay, see, in the previous class we discussed history of trade and commerce in ancient India. Okay, in that a small portion we discussed. Okay, today we are going to discuss rest of that portion. Okay, see, in that the next topic, economic life of people during ancient India. See, what was the important components of economic life of ancient people, that is agriculture and domestication of animals അല്ലേ? ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ആളുകളുടെ പ്രധാനമായിട്ടുള്ള വരുമാന മാർഗമായിരുന്നു ഏതെന്ന് പറയുന്നത് കൃഷിയും അതുപോലെ തന്നെ മൃഗങ്ങളെ പരിപാലിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇൻ അഡീഷൻ ടു ദിസ്, by resorting to weaving cottons, dyeing fabrics, making clay pots and handcraft, cottage industries, manufacturing, transport, etc., they were able to generate surplus and savings for further investments. കൃഷിയും മൃഗങ്ങളെ പരിപാലിക്കുന്നതിന് പുറമെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? വീവിങ് കോട്ടൺസ്, then dyeing fabrics, clay pots, making clay pots, handcraft, cottage industries, manufacturing, etc. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരെന്ത് ചെയ്യുന്നു? ഫർദർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ഇത് ഏൻഷ്യൻ പീരീഡിലുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ആൻഡ് ദെൻ വർക്ക്ഷോപ്സ് were prominent where skilled artisans worked and converted raw materials into finished goods which were high in demand. അതുപോലെ സ്കിൽഡ് ആർട്ടിസൻസ്, അതായത് വർക്ക്ഷോപ്പും വലിയൊരു റോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു പങ്ക് വർക്ക്ഷോപ്പിനും ഉണ്ടായിരുന്നു. അതായത് സ്കിൽഡ് ആർട്ടിസൻസ് എന്ത് ചെയ്യുമായിരുന്നു? കഴിവുള്ള ആളുകൾ
റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഫിനിഷ്ഡ് ഗുഡ്സ് ആവശ്യക്കാർക്ക് കൊടുക്കുന്നതും ഒരു എക്കണോമിക് ലൈഫിൻ്റെ ഒരു പാർട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ദെൻ ഫാമിലി ബേസ്ഡ് അപ്രന്റീസ്ഷിപ്പ് സിസ്റ്റം വാസ് ഇൻ പ്രാക്ടീസ് and duly followed in acquiring a trade specific skill. The artisans, craftsmen and skilled laborers of different kinds learned and developed skill and knowledge which were passed from one generation to another generation. അല്ലേ, അത് തലമുറകളായിട്ട് ചില തൊഴിലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഓരോ തലമുറകളും ഓരോ ജനറേഷൻ കഴിയും തോറും ആ തൊഴിൽ ഇങ്ങനെ കൈമാറി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അല്ലേ, അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അല്ലേ, അതായത് ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാർ ചെയ്ത തൊഴിൽ അച്ഛന്മാർ ചെയ്യും, അച്ഛന്മാർ ചെയ്തിരുന്ന തൊഴിൽ അവരുടെ മക്കൾ ചെയ്യും. അങ്ങനെ അത് ഇങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനത്തെ ഒരു രീതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഒരു എക്കണോമിക് ലൈഫ് ഓഫ് പീപ്പിളിൽ, അല്ലെങ്കിൽ അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇതിനകത്ത് ഉണ്ടായിരുന്നു. അല്ലേ, ദീസ് ആർ ദ എക്കണോമിക് ലൈഫ് ഓഫ് പീപ്പിൾ ഡ്യൂറിങ് ഏൻഷ്യന്റ് ഇന്ത്യ. I hope all are clear. And then next one, rise of intermediaries. Intermediaries means middleman. Intermediaries means what? Middleman. That is agent, brokers, etc. Are the examples of intermediaries. See, these intermediaries plays a prominent role in the promotion of trade. Trade promote ചെയ്യാൻ ഒരു വലിയൊരു റോൾ ആർക്ക് കൂടെ ഉണ്ടായിരുന്നു? ഇത്തരത്തിലുള്ള ഇന്റർമീഡിയറീസിനും കൂടെ ഉണ്ട്. ഇടനിലക്കാരെന്ന് പറയും മലയാളത്തിൽ. ഇടനിലക്കാർക്കും അതിനകത്തൊരു റോൾ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുമായിരുന്നു? ദേ ഹെൽപ് ദ മാനുഫാക്ചേഴ്സ് എസ്പെഷ്യലി ഇൻ ഫോറിൻ ട്രേഡ്. അതായത് ഇത് മാനുഫാക്ചേഴ്സിനെ ഇവരെ മാനുഫാക്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫോറിൻ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സിനെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇന്റർമീഡിയറി കൺസിസ്റ്റ് ഓഫ് കമ്മീഷൻ ഏജന്റ്, ദെൻ ബ്രോക്കേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ബോത്ത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഗുഡ്സ്. ആൻഡ് അതാണ് ഇന്റർമീഡിയറീസിൽ വരുന്നത് ഇവരാണ്. സോ ദ എമർജൻസ് ഓഫ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസ് എൻഹാൻസ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ. മറ്റൊരു കാര്യം എന്ത് സംഭവിച്ചു? ലോണുകൾ കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ലോണുകളുടെ അവൈലബിലിറ്റിയും ഒക്കെ എന്ത് പ്രോത്സാഹിപ്പിച്ചു? ഒന്നുകൂടെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. സോ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എൻജോയ്ഡ് ദ ഫ്രൂട്ട്സ് ഓഫ് ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ്. ഹൗ? വെയർ എക്സ്പോർട്സ് എക്സീഡഡ് ഇമ്പോർട്ട് വിത്ത് ലാർജ് മാർജിൻ. അതായത് നമ്മുടെ ഇന്ത്യ ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. എങ്ങനെ ചോദിച്ചാൽ എക്സ്പോർട്ട് കൂടി ഏതിനേക്കാൾ വൻതോതിൽ എക്സ്പോർട്ട് കൂടി ഏതിനേക്കാൾ? ഇമ്പോർട്ടിനേക്കാൾ. അല്ലെ, നമ്മൾ അതായത് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് കൂടി, നമ്മൾ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്ത് നിന്നും കയറ്റുമതി കൂടി. സോ at the same time the indigenous banking system benefited to the manufacturers, traders and merchants
with additional capital fund for expansion and development. ഇത് കൂടാതെ എന്ത് സംഭവിച്ചു? ഇത് കൂടാതെ ഇൻഡിജിനസ് ബാങ്കിങ് സിസ്റ്റം നമ്മൾ വന്നിരുന്നു എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? ഈ നമ്മളുടെ മാനുഫാക്ചേഴ്സിനും ട്രേഡേഴ്സിനും അതുപോലെ തന്നെ മെർച്ചൻസിനും ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ആ ക്യാപിറ്റൽ ഫണ്ട് വെച്ചുകൊണ്ട് ഇവരുടെ ഈ ട്രേഡ് ഇതൊക്കെ എക്സ്പാൻഷൻ നടത്താനും ഡെവലപ്മെൻറ്റ് നടത്താനൊക്കെ ആര് സഹായിച്ചു? ഇൻഡിജിനിയസ് ബാങ്കിങ് സിസ്റ്റം വന്നതോടുകൂടിയിട്ട് ഇവർക്ക് അതിൻ്റെ നേട്ടം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. സോ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് later evolved to finance trade and commerce, and agricultural banks to provide both short-term and long-term loans to finance agriculturalists. പിന്നെ കൂടാതെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ബാങ്ക്സും വന്നു. അതും ആർക്ക് സഹായമായി? ട്രേഡും കോമേഴ്സും പ്രോത്സാഹിപ്പിക്കാൻ സഹായകമായി അല്ലെ? ട്രേഡും കോമേഴ്സും എന്ത് ചെയ്തു? കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റി. അത് കൂടാതെ അഗ്രികൾച്ചറൽ ബാങ്കുകൾ വന്നു. അഗ്രികൾച്ചറൽ ബാങ്കുകൾ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഫാമേഴ്സിന് ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടുള്ള ലോൺസ് എന്ത് ചെയ്തു? പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതും പറഞ്ഞു. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് ഇന്റർമീഡിയറീസ്. ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വൺ, ട്രാൻസ്പോർട്ട് സിസ്റ്റം. സോ ട്രാൻസ്പോർട്ട് ബൈ ലാൻഡ് സീ വാസ് പോപ്പുലർ ഇൻ ഏൻഷ്യന്റ് ടൈംസ്. അതിൽ road as a means of communication had assumed key importance in the entire process of growth. അല്ലേ? ട്രാൻസ്പോർട്ടേഷനും അത് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ സീ ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ അതും ഒരു മേജർ റോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഏൻഷ്യൻ ടൈമിൽ. അതില് സോ ദ നോർത്തേൺ റൂട്ട് ഈസ് ബിലീവ്ഡ് ടു ഹാവ് ലെങ്തൻ ഒറിജിനലി ഫ്രം ബംഗാൾ ടു തക്ഷശില. And there were also trade route in south spreading east and west. Then pepper was particularly valued in the Roman Empire, and it was known as black gold. So various empires conflict each other to dominate the route for this trade. ഇതിനു വേണ്ടിയിട്ട് പല എംപയേഴ്സും പരസ്പരം അങ്ങോട്ട് എന്തുണ്ടായിട്ടുണ്ടായിരുന്നു? കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഇൻ ദ സെർച്ച് ഫോർ ആൻ ആൾട്ടർനേറ്റീവ് റൂട്ട് ടു ഇന്ത്യ ഫോർ സ്പൈസ് ദാറ്റ്. അതുകൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല റൂട്ടുകളും കണ്ടെത്തി. അതിൻ്റെ ഫലമായിട്ടാണ് ലീഡ് ടു ദ ഡിസ്കവറി ഓഫ് അമേരിക്ക ബൈ കൊളംബസ് അങ്ങനെ എന്ത് കണ്ടെത്തിയത്? അമേരിക്ക കണ്ടെത്തിയത്. ഇൻ ദി ക്ലോസിംഗ് ഇയേഴ്സ് ഓഫ് 15th century. And also brought Vasco da Gama to the shore of Malabar in 1498. അല്ലേ? അതുപോലെ വാസ്കോ ഡ ഗാമ ഇവിടെ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വന്നിരുന്നു. കാലുകുത്തി എന്നൊക്കെ നമ്മൾ 1498 ട്രേഡിന് വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അതും ഒരു സീ റൂട്ടും അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദ കാലിക്കറ്റ് വാസ് such a busy market. It was even visited by Chinese ships to acquire the items like essential oil, pepper, diamond, pearls and cotton from India. അല്ലേ? നമുക്കറിയാം കാലിക്കറ്റ് അന്ന് തൊട്ടേ എന്തായിരുന്നു? ബിസി മാർക്കറ്റ് ആയിരുന്നു. അവിടെ പല ചൈനീസ് കപ്പലുകളും വന്നിട്ടുണ്ടായിരുന്നു. പല പ്രോഡക്റ്റുകളും കളക്ട് ചെയ്യാനായിട്ട് പെപ്പർ, ഓയില്, ഡയമണ്ട്, അതുപോലെ തന്നെ പേൾസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പല ചൈനീസ് ഷിപ്സും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഓൺ ദ കോറമൻഡൽ കോസ്റ്റ് Pilicot was a major port in the 17th century. 17th centuryയിൽ
ഒരു മേജർ പോർട്ടാണ് പീലിക്കോട്ട് എന്ന് പറയുന്നത്. കോറമൻഡൽ കോസ്റ്റിലുള്ള പീലിക്കോട്ട് എന്ന് പറയുന്നത് പീലിക്കോട്ട്. സോ അവിടെ നിന്നും ടെക്സ്റ്റൈൽസ് were the principal export from the Pilicote to South East Asia. അല്ലെ, അവിടെ നിന്നും പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽസ് ആയിരുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് ഏൻഷ്യന്റ് ടൈം. ഓക്കെ, and the next, merchant corporations. See, merchant community also derived power and prestige, and they formed an autonomous corporation to protect their interest. ഇത് കൂടാതെ മെർച്ചൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരികൾ അല്ലെ, അവര് എന്ത് ചെയ്തു വെച്ചാൽ ആ ഒരു കമ്മ്യൂണിറ്റിയും ഈ ഒരു ഏൻഷ്യൻ പീരീഡിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അവർക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇവരെ തന്നെ പരസ്പരം എന്ത് ചെയ്തു, ഇവർ സഹകരിച്ചുകൊണ്ട് ഒരു ഓട്ടോണമസ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവര് ഈ മർച്ചൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓട്ടോണമസ് കോർപ്പറേഷൻസ് ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ടാക്സ് were also a major source of revenue of the kingdom. അല്ലേ, അതുപോലെ ഈ രാജാക്കന്മാരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ട്രേഡിലൂടെയും കൊമേഴ്ഷ്യലിലൂടെയും കൊടുക്കുന്ന ടാക്സുകളായിരുന്നു എന്നാണ് പറയുന്നത്. Then traders had to pay octroi duties that were levied in the most of imported articles at varying rate. Imported articles at varying rate. അത് കൂടാതെ ട്രേഡേഴ്സ് എന്ത് ചെയ്യണമായിരുന്നു, ഒക്ടറി, അത് ഈസ് സം ടൈപ്പ് ഓഫ് ടാക്സ് കൊടുക്കുക. ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അടയ്ക്കേണ്ട ടാക്സ് ആണ്, അത് കൊടുക്കണമായിരുന്നു. അതെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്, ഒരേ റേറ്റ് ഒന്നും ആയിരിക്കില്ല, ടാക്സ് റേറ്റ് ഒരേ രീതിയൊന്നും ആയിരിക്കില്ല, വ്യത്യസ്ത രീതിയിലുള്ള റേറ്റിലൂടെ അവർ ടാക്സ് കൊടുത്താലേ ഒരു സാധനം ഒരു ഭാഗത്തു നിന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ദെൻ താരിഫ് വേരിഡ് ഫ്രം പ്രൊവിൻസ് ടു പ്രൊവിൻസ്. അത് ആ താരിഫ് റേറ്റും അതുപോലെ ഓരോ റീജിയനിലും ഡിഫറെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഫെറി ടാക്സ് വാസ് അനദർ സോഴ്സ് ഓഫ് ഇൻകം ജനറേഷൻ. അല്ലെ, ഇൻകം ജനറേറ്റ് ചെയ്യാണ്ടായ മറ്റൊരു മാർഗമായിരുന്നു ഏത്, ഫെറി ടാക്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാഡ് ടു ബി പെയ്ഡ് ഫോർ പാസഞ്ചേഴ്സ്, ഗൂഡ്സ്, കാറ്റിൽ എക്സെട്ര. Then the right to receive the labor tax was usually transferred to local bodies. അതായത് ലേബർ ടാക്സ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് കൈമാറി എന്നാണ് പറയുന്നത്, ലോക്കൽ ബോഡീസിന് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറയുന്നത്. സോ ആക്ച്വലി ദിസ് ഈസ് ദ മെർച്ചന്റ് corporations in during ancient period. I think all are clear. Next, major export and imports during ancient period. Major export and import. So the export item consists of a spice, wheat, sugar, indigo, opium, cotton, parrot, live animals and animal products like skin, horns, tortoise shells, pearl, sapphire, quartz, crystal, granite and copper, etc. are the export items. And then import items include horse, animal products, Chinese silks, flax and linen, wine, gold, silver, tin, copper, rubies, coral, glass and amber, etc. are the import items. Okay, so I think all are clear. Okay, so that's all for today. If you have any doubt, please contact me. Okay.